ഇന്ന് ഹോസ്പിറ്റലിലുള്ളൊരു നമ്മുടെ ഒരു ദിവസമുണ്ട് ഞാൻ കാണിക്കാൻ പോണത്. അപ്പം നമ്മുടെ ഷെർനാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാനും അബിയും കൂടിയിട്ടാണ് ട്ടോ നിൽക്കണത്. അബിക്ക് നിൽക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ റൂമാണ് എടുത്ത് വെച്ചത്. വാർഡാകുമ്പോഴത്തേക്കും ബോയ്സിന് അലോഡ് അല്ല, അതുകൊണ്ടിട്ടാണ് നമ്മൾ റൂം എടുത്തത്. പിന്നെ പനി വന്നാൽ അറിയാലോ, ഇവൻ ആകെ അലമ്പാണ്. താഴെ കിടക്കത്തും കൂടി ഇല്ല. എനിക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അബിക്കും കൂടി നിൽക്കാനായിട്ട് ഞങ്ങൾ റൂം എടുത്തത്. അപ്പൊ രാവിലെ തന്നെ അബി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലിയോമോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലിയോമോനെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്ത് പോയായിരുന്നു. പിന്നെ ലിയോമോനെ ഇവിടുത്തെ സിസ്റ്റർമാരെ കാണുമ്പോൾ തന്നെ പേടിയാണ്. അവരെ കാണുമ്പോൾ എന്താണെന്നറിയില്ല, അവൻ പെട്ടെന്ന് കരയും. എനിക്ക് തോന്നുന്നു ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ടാണെന്ന് തോന്നണം. പിന്നെ കരഞ്ഞു ഇട്ടുണ്ടെങ്കിൽ അവരെന്നെ എടുത്ത് കൊണ്ടുപോയി കളിപ്പിച്ചിട്ടൊക്കെ നമുക്ക് കരച്ചിൽ മാറ്റിയിട്ടാണ് കൊണ്ട് തരുന്നത്. ലിയോമോന് പനി കൂടുതലായതുകൊണ്ടാണ് നമ്മളിവിടെ അഡ്മിറ്റ് ആയത്. നമ്മൾ ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മരുന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഒട്ടും കുറവില്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് നമ്മൾ അറിഞ്ഞത് ഇവന് ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുതലാണെന്ന്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചീൻ്റെ കൊച്ചിനെയും ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവളും ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെയും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ അവനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പക്ഷെ പനി ഒട്ടും കുറയാത്തതുകൊണ്ടിട്ടാണ് അവളും ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചതും. അവനും ലിയോമോനെ പോലെ തന്നെ ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവനേക്കാൾ കൂടുതൽ ലിയോമോനായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ പനി മാറിയില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് യൂറിനും ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണത് നല്ലതായിരിക്കും. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. താഴെ വെച്ചാൽ ഭയങ്കര കരച്ചിലായിരിക്കും. കയ്യിൽ വെച്ചോണ്ടിരുന്ന അവൻ എത്ര വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളും. താഴെ കിടക്കത്തും കൂടിയില്ലട്ടാ. അങ്ങനെ ഒരുപാട് നേരത്തെ എൻ്റെ പരിശ്രമത്തിന് ശേഷം ലിയോമോനെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ ഉറക്കി കിടത്തിയ വെറുതെ ഇരുന്നിട്ടാ. അവൻ്റെ അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് കളിയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും അപ്പം എനിക്ക് രാവിലത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിരുന്ന് കഴിക്കണമായിരുന്നു. പിന്നെ കുറേ നേരം അപ്പം ഇരുന്ന് കളിപ്പിച്ചിട്ട് അവനെ കിടത്തി ഉറക്കിയിട്ടാണ് പിന്നെ പോയത്. തൊട്ടാ തലയിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ സൈഡിലെ കട്ടിലാണ് മാറി കിടന്ന് വെച്ചത്. പിന്നെ പാലിന് വേണ്ടി കരഞ്ഞപ്പോൾ മാത്രം ഞാൻ അവിടെ പോയി കിടന്നുറങ്ങി. പിന്നെ ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ചേച്ചി വന്നിട്ടുണ്ടായി. ചേച്ചി വെറും കൈയോടെ അല്ലേട്ടാ വന്നത്. ലിയോമോന് കളിപ്പാട്ടമായിട്ടാണ് വന്നത്. ലിയോമോന് മാത്രമല്ല, എനിക്കുള്ള ഫുഡും ഷേക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി പിന്നെ വന്നത്. അതുപോലെ അമ്മയും ഉച്ചക്കത്തെ ഫുഡായിട്ട് വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം മാറി കിടന്നുറങ്ങി. പിന്നെ വീണ്ടും ഒരുറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് അഭി ചായയും കൊണ്ട് വന്നിട്ടുണ്ടായി. പിന്നെ ചായയും പലഹാരവും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ചേച്ചിയും മോളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നീണ്ട നിരയിരുന്ന ആൾക്കാരുടെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ട്ടോ വന്നത്. അവർ പോയ പുറകെ തന്നെ ലിയോമോൻ്റെ മാമനും കൂട്ടുകാരനും വന്നിട്ടുണ്ടായി. അവരും പോയപ്പോൾ ലിയോൻ്റെ വല്യച്ഛനും മാമനും വന്നിട്ടുണ്ടായിരുന്നു. രാത്രി പിന്നെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വൈകിട്ട് വന്നപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടാണ് ട്ടോ അഭി പിന്നെ പോയത് ജോലിക്ക്. എല്ലാവരും പോയതിൻ്റെ പുറകെ അമ്മയും വന്നിട്ടുണ്ടായി. പിന്നെ ഞാൻ അമ്മേൻ്റെ കയ്യിൽ അവനെ കൊടുത്തിട്ടാണ് ട്ടോ ഫ്രഷ് ആകാനായിട്ട് പോയത്. പിന്നെ കുറച്ച് നേരം അമ്മാമ്മയും മോനും തമ്മിലുള്ള കുശലം പറച്ചിലായിരുന്നു ട്ടാ. പിന്നെ അമ്മ മാത്രമല്ല വന്നത്, പൊന്നും വന്നിട്ടുണ്ടായിരുന്നു. പൊന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് ട്ടോ പൊന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അപ്പം വെള്ളം എടുക്കാനായിട്ട് പോകണം. ചിറ്റീന വെള്ളം നിറച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകും. അപ്പം ഞാനും അന്നേരം കൂടെ പോയതാണ് എന്തിനാണ് പുറത്തേക്ക് പോകണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് അതിലിങ്ങനെയൊക്കെ കളിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവളെ പോണത്. അത് കഴിഞ്ഞ് വന്നിട്ട് ലിയോമോനെ ഞാൻ മേല് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പനി ആയതുകൊണ്ട് തന്നെ സ്പോഞ്ച് ബാത്താണ് ചെയ്തെടുക്കുന്നത് ഇവന്. കുട്ടികൾക്കൊക്കെ പനിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ. അവരുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതപ്പോൾ ഡോക്ടറാണ് എന്നോട് ഇത് പറഞ്ഞു തന്നത്. അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ശരിയാണ്, അവൻ്റെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഇല്ലെങ്കിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീ പൊള്ളണ പോലത്തെ ചൂടായിരിക്കും അവരെടുക്കുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങളത് മേലെ തുടച്ചെടുത്ത് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അടുത്ത ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണിത്. അവന് പിന്നെ അടുത്ത് കുറച്ച് സ്നേഹപ്രകടനമൊക്കെ നടത്തി കളിപ്പിച്ച് സന്തോഷിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇഞ്ചക്ഷൻ വെക്കുമ്പോഴത്തേക്കും കരയുമല്ലോ, അതിന് മുമ്പൊന്ന് സന്തോഷിക്കട്ടെ എന്ന് ഓർത്ത് ഞാനെടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ രാത്രിത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ സിസ്റ്റർമാർ വന്നിട്ടുണ്ടായിട്ടാ. എനിക്ക് എന്താണെന്നറിയില്ല, ലിയോമോനെ സിസ്റ്റർമാർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അവരെ തിരിച്ച് കുത്താനും ദേഷ്യപ്പെടാനും തല്ലി പിടിക്കാനൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, ലിയോ കരയുമ്പോഴത്തേക്കും ഉള്ള ഒരിത്. അതെനിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അതെനിക്ക് കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അമ്മയാണ് ഈ പ്രാവശ്യം അവനെടുത്ത് സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ടാണ് അമ്മ പിന്നെ പോയത്.
ആ ഉറക്കം കുറച്ച് നേരത്തേക്ക് മാത്രം ഉണ്ടായിട്ടാ. പിന്നെ ദാ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ കയ്യിൽ വെച്ചോണ്ടിരിക്കണേയിരുന്നു ഞാൻ രാത്രി മൊത്തം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ ചേട്ടനായിരുന്നു അവനെടുത്ത് ഫുള്ളും നടന്നുകൊണ്ടിരുന്നേച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അബി പിന്നെ എനിക്കുള്ള രാത്രിത്തെ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ദാ അബിക്ക് ഡ്യൂട്ടി കൈമാറി. പിന്നെ അബിയായിരുന്നു കേട്ടോ അവനെ നോക്കാനൊക്കെ നിന്നത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യുക. അങ്ങനെ തലിയമോനെ അബി കിടത്തി ഉറക്കി. ഞങ്ങൾ അവിടെ ഇവിടെയായിട്ട് കിടന്നുറങ്ങി കേട്ടാ. എത്ര മിനിറ്റത്തേക്കുള്ള ഉറക്കമാണെന്ന് അറിയില്ല, എന്നാലും ആള് കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.